ദ വേൾഡ് ഈസ് ഓൺ വാർ. അതിനുവേണ്ടി ഇറാനിനെ സൈഡിലേക്ക് ഇറക്കാൻ വേണ്ടി ആദ്യം മാറ്റി വെച്ചതാണ് ഇവർ. അതവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുറമേ കാണുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർ പാവങ്ങൾ പറയും, അയ്യോ നെതന്യാഹു ഇന്നാളെ കൊല്ലുന്നു, നെതന്യാഹു ഗാസ ആക്രമിക്കുന്നു, ട്രംപ് ഇവരെ ആക്രമിക്കുന്നു. നോ, ഇവരൊക്കെ സാത്താനിക് എഫക്റ്റുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ദ സോ കോൾഡ് ദ വൺ ആൻഡ് ഓൺലി കിങ് ദ വാമ്പയർ റോത്സ്ചൈൽഡ് ആണ്. അതിൽ എക്സ്പ്ലെയിൻ മോ. പിന്നെ നമ്മുടെ ഈ റോത്സ്ചൈൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഏറ്റവും ചെറിയ അവരുടെ കുരകൃത്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, അവർക്കെതിരെ, അതായത് പൈസ, ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, മണി, ബാങ്ക്, ഗോൾഡ്, സിൽവർ, അതായത് നമ്മൾ ഗോൾഡ് വെച്ചിട്ട് പൈസ എടുക്കുക, അല്ലെങ്കിൽ പൈസ ലോണായിട്ട് എടുക്കുക, എന്നിട്ട് നമ്മൾ തിരിച്ചടക്കുക. ഇവർക്ക് വേണ്ടി, ഇവർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവർ പലിശക്കാരാണ്, കൊള്ള പലിശക്കാർ. പണ്ട് നമ്മുടെ ഇതിൽ ഷൈലോക്കിൻ്റെ കഥകളിൽ പൈസ കൊടുക്കാനുള്ളപ്പോൾ ഇറച്ചി മുറിച്ചിട്ട് തൂക്കി വെച്ചിട്ട് അതിന് കണക്കായിട്ട് വാങ്ങുന്നില്ലേ എന്ന് പറഞ്ഞ പോലത്തെ കൊള്ള പലിശക്കാരും, തീരെ ദയയില്ലാത്ത, ലോകത്തിൽ നന്മയുണ്ടാകരുത്, തിന്മ മാത്രം മുൻ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സാത്താനെ ആരാധിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ടമായ പൈശാചിക ചിന്തയുള്ള ഒരു ഫാമിലിയാണ് ഈ റോത്സ്ചൈൽഡ്. അത് നമ്മൾ ചരിത്രം ബാക്കൗട്ടേക്ക് പോവുകയാണെങ്കിൽ, ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഇത്രയും ജൂതന്മാരെ കൊന്നിട്ടും ഹിറ്റ്ലർ ലാസ്റ്റ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഹിറ്റ്ലർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ലോകത്ത് വളരെ കുറച്ച് ജൂതന്മാരെ ഞാൻ ഈ ലോകത്ത് ബാക്കി വെക്കും. അതെന്തിനാണെന്നറിയോ? ആ ജൂതന്മാരിൽ നിന്ന് ലോകം മനസ്സിലാക്കും. അതായത് എന്തിനാണ് ഞാൻ ഇത്രയും ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലും അവിടെ ഇവിടെയും കൊണ്ടുവന്ന് ശ്വാസം മുട്ടി ഇത്രയും പീഡിപ്പിച്ച് പൈശാചികമായി കൊല്ലാനുള്ള കാരണം എന്താണെന്ന് ലോകത്തിന് ഒരു ദിവസം മനസ്സിലാകും. ആ ദിവസമാണ് ഇപ്പം നടക്കുന്നത്. നിങ്ങൾ ഏത് വേൾഡിൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള ഏത് പ്രവൃത്തി എടുത്തോ, അതിൻ്റെ പിന്നിൽ ഈ ഫണ്ടിങ് നടത്തിയിരിക്കുന്നത് റോത്സ്ചൈൽഡ് ആയിരിക്കും. അവർ ഡയറക്റ്റ് എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മീഡിയാസ് അവരെ കവർ ചെയ്യത്തില്ല, അവർ ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല, അവരെ ഫോട്ടോസ് എവിടെയും ഉണ്ടാകത്തില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തതിനെ കുറച്ച് ഇമേജസ് ഒക്കെ കിട്ടും. ആ വയസ്സായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 2-3 ഫോട്ടോ. ഇപ്പോൾ അയാൾ മരിച്ചിട്ട് റോത്സ്ചൈൽഡിൻ്റെ മോൻ അലക്സാണ്ടർ ഡേ റോത്സ്ചൈൽഡാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇവർ കഴിഞ്ഞ മാസം നമ്മുടെ മോഡിജീനെ കെട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ NSEയുടെ അഡ്വൈസറി ബോർഡിൽ ഇവരിപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ തീരുമാനമായി. ഒരു 5-10 കൊല്ലത്തേക്ക് ഭയങ്കര ബൂമിംഗ് ആയിരിക്കും. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കയറുന്നു, എല്ലാത്തിനും പ്രൈസ് കൂടുന്നു, സിസ്റ്റം മാറുന്നു, എല്ലാ മേഖലയിലും ഫ്ലറിഷിങ് ആകുന്നു. എന്നിട്ട് ഇവരൊരു പോക്കുണ്ട്. ഇവരിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ബൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ 100 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങി, ആ സ്റ്റോക്കിന് 1000 രൂപ ആക്കും.